നമ്മളും അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കുന്നത് എന്തിനാണ് മൗലിദ് ഓതുന്നത്? ഒരേ ആഗ്രഹമാണ്. ഇന്നനാ നർജൂ ഇലാ കഅസി ഹൗളിക ലിൽഅതാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي. അതാ മൗലിദിൽ നമ്മൾ പറയുന്നത്. ഇനി അത് മലയാളത്തിലായാലോ? ഞങ്ങൾ പ്രതീക്ഷയിലാ നബിയേ തങ്ങളെ ഹൗളോടൊന്നണയാൻ കിതാബുകൾ കയ്യിൽ കിട്ടും നാൾ കനിയുകയില്ലേ സയ്യിദരേ അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇൻ ളാഅയാ സയ്യിദി ഖൈറൻ നബി. അന്ത്യദിനത്തിൻ ഭീകരനാൾ ചേർക്ക് ശഫാഅത്തിൻ തണലിൽ നഷ്ടപ്പെട്ടാലെന്തു വഴി അത്യുന്നതരാം സയ്യിദരേ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇനി ഞാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കഥയൊന്നും പറയണില്ല, അതൊക്കെ നമ്മൾക്കറിയാം. മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനെയൊക്കെയാണ് ഹുബ്ബ് വെച്ചത് ഞാൻ പറഞ്ഞില്ലേ. അതെന്താ അങ്ങനെ ഇങ്ങനെ എന്നുള്ള ചോദ്യം പോലും അവിടെ പ്രസക്തമല്ല. ശറഇൽ വിരുദ്ധമല്ലാത്ത തെറ്റല്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ മഹബത്ത് വെക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ മഹബത്ത് വെക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. ഉഹദ് യുദ്ധം നടന്ന ദിവസം വലിയ വിഷമങ്ങളുണ്ടായ യുദ്ധമാണ് ഉഹദ് യുദ്ധം. 70 ആളുകൾ ഷഹീദായി പോയി. അല്ലാഹുവിന്റെ റസൂല് ചതിക്കുഴിയിൽ വീണു. അബൂ ആമിർ എന്ന് പറയുന്ന തെമ്മാടി കുഴിച്ചു വെച്ച കുറെ കുഴികൾ ഉണ്ടായിരുന്നു ഉഹദിൽ. ആ കുഴികളിൽ ഒന്നിൽ അവിടുന്ന് മലർന്നടിച്ചു വീണു. അവിടുത്തെ നടുവേദനയായി. അവിടുത്തെ കവിളത്ത് പടയങ്കിഴ വട്ട